ക്യൂബയുടെ ദേശീയ പക്ഷിയാണ് ക്യൂബൻ ട്രോഗൻ. ക്യൂബയിൽ മാത്രം കാണപ്പെടുന്ന പക്ഷിയാണിവ. വൈവിധ്യമാർന്ന പരിസ്ഥിതി മേഖലയുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് ക്യൂബ. കരീബിയൻ കടൽ, മെക്സിക്കോ ഉൾക്കടൽ, അറ്റ്ലാന്റിക് സമുദ്രം എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന 3500 തീരപ്രദേശമുണ്ട് ക്യൂബയ്ക്ക്. ബഹുവർണ്ണ പക്ഷികളാണിവ. ഇവയുടെ തല വർണ്ണാഭമായ കടും നീല നിറവും പച്ച നിറത്തിലുള്ള പുറവും വയലറ്റ് നീല കിരീടവും കഴുത്തിന്റെ പിൻഭാഗവും ചാര നിറത്തിലുള്ള വെളുത്ത തൊണ്ടയും നെഞ്ചും ചുവപ്പ് നിറത്തിലുള്ള വയറും ചിറകുകളും വാലും നീല, കറുപ്പ്, പച്ച, വെള്ള നിറങ്ങളിലെ പാറ്റേണുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കണ്ണുകളാണ് ഇവയ്ക്കുള്ളത്. തലയിലെ നീലയും നെഞ്ചിലെ വെള്ളയും വയറിലെ ചുവപ്പും പ്രകൃതി നൽകിയ അത്ഭുതമാണ്. ഈ ചുവപ്പ്, വെള്ള, നീല നിറങ്ങളിലുള്ള തിളക്കമുള്ള തൂവലുകൾ ക്യൂബൻ പതാകയുടെ നിറങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ ക്യൂബയുടെ ദേശീയ പക്ഷിയായി ഇവയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. ക്യൂബയിലെ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ഈ പക്ഷി അവിടുത്തെ പരിസ്ഥിതിയുടെ അവിഭാജ്യ ഘടകമാണ്. ഈ പക്ഷികൾ കൂടുണ്ടാക്കാറില്ല. പകരം മറ്റ് പക്ഷികൾ ഉപേക്ഷിക്കപ്പെട്ട കൂടുകളിലോ പ്രകൃതിദത്ത ദോരങ്ങളോ ഉപയോഗിക്കുന്നു. മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് പ്രജനനകാലം. 3-4 മുട്ടകൾ ഇടുന്നു. മുട്ടകൾക്ക് 18 ദിവസം അടയിരിക്കും. മുട്ട വിരിഞ്ഞ് 3 ആഴ്ച കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. കുഞ്ഞു പക്ഷികൾ പറക്കാൻ തയ്യാറാകുന്നതിന് മുമ്പ് ഏകദേശം 21 ദിവസം കൂട്ടിൽ തന്നെ തുടരും. കൊക്ക് മുതൽ വാൽ വരെ ഈ പക്ഷിക്ക് 10 മുതൽ 15 ഇഞ്ച് വരെ നീളമുണ്ട്. ആണും പെണ്ണും ഒരുപോലെയാണ്. ഒറ്റയ്ക്കോ ജോഡികളായോ ഇവയെ കാണപ്പെടുന്നു. പറക്കുമ്പോൾ ജോഡികളായി പറക്കാൻ ഇഷ്ടപ്പെടുന്നു. പൂക്കൾ, പഴങ്ങൾ, പ്രാണികൾ, ഉരകങ്ങൾ എന്നിവയാണ് ഇവയുടെ ആഹാരം. മിക്ക പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി ഭക്ഷണം കഴിക്കുമ്പോൾ പറന്നു നടക്കാൻ ഇതിന് കഴിവുണ്ട്. ഈ പക്ഷികൾ പലതരം വനങ്ങളിലാണ് ജീവിക്കുന്നത്. ക്യൂബൻ ട്രോഗൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. ഈ പക്ഷിയെ കൂട്ടിലടച്ച് വളർത്തിയാൽ ഇവ അധികകാലം ജീവിക്കാറില്ല, മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പോലെ തന്നെ മണ്ണിലും വിണ്ണിലും സ്വതന്ത്രമായി വിഹരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ.